ഹായ് ഫ്രണ്ട്സ്, ഇന്ന് രമേശ് എഴുതിയിരിക്കുന്ന ഒരു മെയിലേക്ക് കിടക്കാം. മാഡം, എൻ്റെ ജീവിതത്തിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് ഞാൻ പറയുന്നത്. എൻ്റെ പേര് രമേശ്. എനിക്ക് 20 വയസ്സുണ്ട്. ഞാൻ പറയാൻ പോകുന്നത് എൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും കാര്യമാണ്. അച്ഛന് ഏകദേശം 50 വയസ്സുണ്ട്. അമ്മയ്ക്ക് 42. അത്യാവശ്യം നല്ല രീതിയിൽ പോയിരുന്ന ഒരാളായിരുന്നു എൻ്റെ അച്ഛൻ. മേശിരിപ്പണിയും കൂടാതെ കോൺട്രാക്റ്റിൽ വീടൊക്കെ വെച്ച് നൽകുന്നതായിരുന്നു പുള്ളിയുടെ ജോലി. അതിൽ നഷ്ടം വന്ന് ഞങ്ങളുടെ വീടൊക്കെ വിറ്റ് കടങ്ങൾ തീർക്കേണ്ടി വന്നു. അപ്പോൾ വയലിൻ്റെ സൈഡിൽ ഞങ്ങൾ പലകയൊക്കെ അടിച്ച ഒരു വീട്ടിലാണ് ഇപ്പോൾ കഴിയുന്നത്. ഇപ്പോൾ താമസിക്കുന്ന വീടിന് അടുത്തെങ്ങും മറ്റു വീടുകളില്ല. ഒരു 500 മീറ്റർ മാറിയാണ് മറ്റു വീടുകൾ. പലകയടിച്ച വീടാണെങ്കിലും കുറച്ചൊക്കെ വ്യത്യാസപ്പെടുത്തിയാണ് അച്ഛൻ നിർമ്മിച്ചത്. അതിനകത്ത് 2 റൂമുകളുണ്ട്, പിന്നെ ഒരു സിറ്റൗട്ട് പോലെയുണ്ട്, ചെറിയൊരു അടുക്കളയുമുണ്ട്. ഈ സിറ്റൗട്ട് അങ്ങോട്ട് കയറി ചെല്ലുമ്പോൾ 2 വാതിലുണ്ട്. ഒന്ന് എൻ്റെ റൂമിലേക്കും ഒന്ന് അടുക്കളയിലേക്കും. എൻ്റെ റൂമിന് തൊട്ട് ചേർന്നാണ് മറ്റേ റൂം. അച്ഛനും അമ്മയും കിടക്കുന്നത്. അതിന് വാതിലൊന്നുമില്ല, പലക വെച്ച് വിഭജിച്ചിരിക്കുകയാണ്. അവിടെ ഒരു കർട്ടനുമുണ്ട്. അത്രയേ ഉള്ളൂ. എൻ്റെ റൂമിൽ കൂടി മാത്രമേ അവർക്കകത്ത് കടക്കാനും പുറത്തിറങ്ങാനും പറ്റുകയുള്ളൂ. ഇനി കാര്യത്തിലേക്ക് കടക്കാം. ഏപ്രിൽ മാസമാണ് ഞങ്ങൾ ഈ പറഞ്ഞ വീട്ടിലേക്ക് മാറിയത്. ഇവിടെ വന്നതിൻ്റെ അടുത്ത ദിവസം ഞങ്ങൾ അടുത്തൊരു അമ്പലം വരെ പോയിട്ട് വരികയുണ്ടായിരുന്നു. തിരിച്ചു വരുന്ന വഴി തുണികൾ കിലോയ്ക്ക് എന്നെഴുതി വെച്ചിരിക്കുന്ന ഒരു ബോർഡ് കണ്ടു. അങ്ങനെയാണ് അമ്മ ഞങ്ങളെ അവിടെ കയറ്റിയത്. ആകെ ആ കടയിൽ ഒരു മുതലാളി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. സ്റ്റാഫുകളൊന്നും ഉണ്ടായിരുന്നില്ല. അത്യാവശ്യം നല്ല കളക്ഷനുണ്ട്. പക്ഷേ ശരിക്കും ആണുങ്ങളുടെ ട്രാക്ക് പാൻറ്റും ഷർട്ടും ബനിയനും ഒക്കെ നല്ല കളക്ഷൻ ഉണ്ടായിരുന്നു. സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് അധികമൊന്നുമില്ല. അമ്മ ചുരിദാറാണ് നോക്കിയത്. അമ്മയ്ക്ക് ഒന്നും അങ്ങോട്ട് ഇഷ്ടപ്പെടുന്നില്ല. അപ്പോൾ അമ്മ പറഞ്ഞു, എന്നാൽ നിൻ്റെ സാധനത്തിന് ബില്ലടച്ചിട്ട് നമുക്ക് പോകാമെന്ന്. പക്ഷേ ബില്ലടയ്ക്കാൻ നേരം അതിന് മുതലാളി പറഞ്ഞു, ചേച്ചിക്ക് വീട്ടിലിടാൻ പറ്റിയ ബനിയനും പാവാട പാൻറ്റൊക്കെ ഉണ്ടെന്ന്. അപ്പം അമ്മ പറഞ്ഞു, ഷോ വേണ്ട, എനിക്ക് 42 വയസ്സില്ലേ, ഞാനൊന്നും ഇടില്ല. പാവാടയൊക്കെ ഇട്ടിട്ട് വീട്ടിൽ നടക്കാൻ പറ്റുമോ, നാട്ടുകാരെന്ത് കരുതും എന്നുള്ള രീതിയിൽ അമ്മ അച്ഛനെ നോക്കി പറഞ്ഞു. അപ്പോൾ അച്ഛൻ പറഞ്ഞു, വീട്ടിനുള്ളിൽ ഇടുന്നല്ലേടി, നമ്മളിപ്പോൾ ഒറ്റപ്പെട്ടല്ലേ താമസിക്കുന്നത്, അധികം ആരും കാണുന്നില്ല. അതുകൊണ്ട് നിനക്ക് ബനിയനോ അല്ലെങ്കിൽ എന്തെങ്കിലും പാവാടയൊക്കെ ഉപയോഗിക്കാം, മോഡേണായിട്ട്, ഒരു പ്രശ്നമില്ലെന്ന്. അമ്മ വേണ്ടെന്ന് പറഞ്ഞെങ്കിലും അച്ഛനമ്മയ്ക്ക് വേണ്ടിയിട്ട് നല്ല കളറുള്ള 7-8 ബനിയനുകളും പിന്നെ ചില പാവാടകളും ഒക്കെ സെലക്ട് ചെയ്തുകൊണ്ടിരുന്നു. അമ്മ പറഞ്ഞു, ഷൂ ശരിയാകില്ല, എനിക്കും ഇത് ശരിയാകത്തില്ല ഏട്ടാ എന്നൊക്കെ പറഞ്ഞു. അപ്പം അച്ഛൻ പറഞ്ഞു, നീ ഒന്നും മിണ്ടാതിരിക്കെ, ഇട്ട് കഴിയുമ്പോൾ ശരിയാകുമെന്ന്. ഇതൊക്കെ കേട്ട് കഴിയുമ്പോഴേക്കും എനിക്ക് സത്യമായിട്ട് നാണക്കേടാണ് തോന്നിയത്. ഈ പ്രായത്തിലും ഇവരിങ്ങനെ കൊഞ്ചി സംസാരിക്കുന്ന കണ്ടു കഴിഞ്ഞപ്പോഴേക്കും എനിക്കെന്തോ വല്ലാത്തൊരു അസ്കിത തോന്നി. എന്ത് ചെയ്യണമെന്ന് എനിക്കറിയില്ല. അതിനിടയ്ക്ക് കടക്കാരൻ പറയുന്നുണ്ട്, ചേച്ചി പലാസോ വേണമെന്ന്. അപ്പാച്ചൻ പലാസോയോ, അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അത് കാണിച്ചു. പിന്നെ ചെറിയ ടൈപ്പ് പാവാടകളൊക്കെ കാണിച്ചു. അമ്മ ചോദിച്ചു, നിങ്ങൾക്ക് എന്തിൻ്റെ കേടാണ്, ഇതൊക്കെ നിങ്ങൾ എന്തിനാണ് വാങ്ങിക്കേണ്ടത്, ഇത് കൊച്ചു കുട്ടികളാണ് ഇടുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും കടക്കാരൻ പറയുകയാണ്, അതൊന്നും കുഴപ്പമില്ല, വീട്ടിൽ ചേച്ചിക്ക് വേണമെങ്കിൽ ഇട്ടുകൊണ്ട് നടക്കാം എന്ന് പറഞ്ഞു. ഒരെണ്ണം നോക്കി ഇങ്ങനെ അരക്കി വെച്ച് നോക്കിയപ്പോൾ ഇല്ലേ മാഡം, മുട്ടിന് മകൾ നിൽക്കുന്ന പോലെ ഒരു പാവാട. അപ്പോൾ അച്ഛനതെടുത്ത് തുണിയുടെ കൂട്ടത്തിലിട്ടു. അമ്മ ചോദിച്ചു, നിങ്ങളിത് ആർക്ക് വേണ്ടിയിട്ടാണ് മേടിച്ചത്, ഈ പലാസോ ഒന്നും ഞാനിടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അച്ഛൻ പറഞ്ഞു, ആ നീ ഇട്ടില്ലെങ്കിൽ വേണ്ട, ഇതൊക്കെ ആവശ്യമുണ്ട് എന്ന് പറഞ്ഞ് പുള്ളിക്കാരൻ എടുക്കുകയാണ്. അമ്മ വേണ്ടെന്ന് പറയുന്നുണ്ട്. എനിക്കാകെ തലയ്ക്ക് വട്ട് പിടിക്കുന്ന പോലായി. അച്ഛൻ എന്തേ ഇതൊക്കെ എടുക്കുന്നത്, അമ്മയല്ലാതെ വീട്ടിലിടാൻ വേറെ സ്ത്രീകളുമില്ല, അടുത്തുള്ള പെണ്ണുങ്ങൾക്കൊന്നും കൊടുക്കാനുമില്ല, നമുക്കിപ്പോൾ പുതുതായിട്ട് വന്ന് താമസിക്കുന്ന സ്ഥലത്ത് ആരെയും പരിചയവുമില്ല, ഇനി ബന്ധുക്കൾക്ക് ആർക്കെങ്കിലും കൊടുക്കാനാണോ, എനിക്കൊരു പിടിയുമില്ല. അമ്മ വേണ്ടെന്ന് പറയുന്നുണ്ടെങ്കിലും മുതലാളി ഓരോ ടൈപ്പ് തുണി പറയുമ്പോഴും അച്ഛൻ അതെടുത്ത് നോക്കിയിട്ട് അമ്മയുടെ ദേഹത്ത് വെച്ച് ഷേപ്പോ അല്ലെ അളവോ നോക്കും. എന്നിട്ട് ഓരോന്നെടുത്തിടും. അമ്മ ഇടയ്ക്ക് അച്ഛനെ നുള്ളുന്ന കണ്ടു. നിങ്ങൾക്കെന്താ വട്ടാ, ചെക്കനല്ലേ ഇവിടെ നിൽക്കുന്ന കണ്ടില്ല എന്നുള്ള രീതിയിലായിരിക്കാം. ഞാനിപ്പോൾ എൻ്റെ ഡ്രസ്സുകളൊക്കെ ഒന്നുകൂടി നോക്കിയായിരുന്നു വല്ലതും ഉണ്ടോയെന്ന്. അച്ഛൻ അതൊക്കെ കണ്ണു കാണിച്ചു. അവനോട് നിന്നാൽ എന്താ എന്നുള്ള രീതിയിൽ എന്ത് കൂത്തവിടെ നടക്കുന്നതെന്ന് എനിക്കൊരു പിടിയും കിട്ടിയില്ല കേട്ടോ. ഞാൻ ഒന്നും കാണാത്ത ഭാവത്തിൽ കുറച്ചുകൂടി ഒന്ന് മാറി നിന്നു. എന്നിട്ട് ശ്രദ്ധിച്ചു. അപ്പോൾ കടക്കാരൻ പറയുകയാണ്, നൈറ്റിലിടാൻ ഷോർട്സ് ഉണ്ടെന്ന്. ഷോർട്സ് ഒന്നും എനിക്ക് വേണ്ട എന്ന് അമ്മ പറയുന്നു. അച്ഛൻ പറഞ്ഞു, എവിടെയൊന്ന് കാണിക്കുമെന്ന്. അയാൾ കാണിക്കുമ്പോഴേക്കും അമ്മ ഒന്ന് ചിണുങ്ങും. അച്ഛൻ അളവ് വെച്ച് നോക്കിയപ്പോൾ ഷോർട്സൊക്കെ അമ്മയുടെ മുട്ടിന് മേൽ നിൽപ്പുണ്ട്. അപ്പോൾ അയാൾ പറയുന്നു, സ്ലീവ്ലെസ് തരാമെന്ന്. അപ്പോൾ അമ്മ വേണ്ടെന്ന് പറയുന്നു. നോക്കട്ടെ എന്ന് പറയുന്നു.
ഉടനെ അയാൾ കാണിക്കുന്നു. അച്ഛൻ അമ്മയുടെ ദേഹത്ത് വെച്ച് നോക്കുന്നു. അതും എടുത്ത് കുട്ടയിലേക്ക് ഇടുന്നു. ഷോ, ഇതൊക്കെ ഇട്ടുണ്ട് എങ്ങനെയാ എന്ന് അമ്മ പറയുമ്പോൾ കടക്കാരൻ പറയുകയാണ്, അത് ഭാര്യയും ഭർത്താവും ഉള്ളപ്പോൾ രാത്രി ഇടുന്നല്ലേ, അതിന് പ്രശ്നമൊന്നുമില്ല, ഒരു വെറൈറ്റി ഇരിക്കട്ടെ ചേച്ചിന്ന്. അപ്പം അച്ഛന് പറഞ്ഞു, അത് ശരിയാടി, എത്ര നാളാ നീ ഇങ്ങനെ മാക്സി മാത്രം ഇട്ടുകൊണ്ട് നടക്കുന്നത്? അമ്മ ഇതുവരെ മാക്സി മാത്രമേ ഇട്ടിട്ടുള്ളൂ. ആ സമയത്ത് കടക്കാരൻ പറയുകയാണ്, ആ ശരി ചേച്ചി, ഇതൊക്കെ ഒന്ന് പരീക്ഷിച്ച് നോക്കൂ, അത് നല്ലതല്ലേ എന്നൊക്കെ പറയുന്നു. അച്ഛനും അതിന് യേസ് വെക്കുന്നു. അമ്മയാണെങ്കിൽ എന്നെ ഇറങ്ങാനിട്ട് നോക്കിയിട്ടു ഷൂ എന്നൊക്കെ വെക്കുന്നു. എന്തായാലും അച്ഛൻ്റെ ഇഷ്ടത്തിന് അമ്മ നിൽക്കുകയുള്ളൂ. അവസാനം തുണിയെല്ലാം തൂക്കാൻ നേരത്ത് ഇത് കണ്ട് ഇതൊക്കെ എന്താണെന്ന് ഞാൻ ചോദിച്ചു. അപ്പം അമ്മ അറിയാത്ത പോലെ പറയണം, ആ അച്ഛന് നിർബന്ധമാണ്, അച്ഛൻ എന്തൊക്കെയോ വാങ്ങിയിട്ടുണ്ട്, എനിക്കൊന്നും അറിയില്ലെന്നും. അന്നേരം ഒന്നും പറയാൻ പറ്റില്ല മാഡം. പുറത്തിറങ്ങി കഴിഞ്ഞപ്പോൾ ഞാൻ അച്ഛനോട് ചോദിച്ചു, അച്ഛൻ എന്തിനാണ് ഇതൊക്കെ അമ്മയ്ക്ക് വേണ്ടി വാങ്ങിച്ചത്? ഇതൊക്കെ കൊച്ചു പെമ്പിള്ളേരിടുന്നല്ലേ, ഇതൊക്കെ വല്ലാത്ത കഷ്ടമാണ് കേട്ടോ എന്നുള്ള രീതിയിൽ ഞാൻ സംസാരിച്ചു. അപ്പോൾ അച്ഛൻ പറയുകയാണ്, നിൻ്റെ അമ്മ എൻ്റെ ഭാര്യയാണ്, എൻ്റെ ഭാര്യയ്ക്ക് എന്തിടണം എന്തിടണ്ടെന്ന് ഞാനാണ് തീരുമാനിക്കുന്നത്. അവൾക്ക് ഞാൻ പലത് വാങ്ങിച്ചു കൊടുത്ത് അവളുടെ ചന്തം കാണും. അതിന് നിനക്കെന്താ? ഞങ്ങൾ തമ്മിലുള്ളപ്പോഴല്ലേ, നീ അതിലിടപെടേണ്ട കാര്യമില്ല. നീ കല്യാണം കഴിക്കുമ്പോൾ നിൻ്റെ ഭാര്യയ്ക്ക് വാങ്ങിച്ചു കൊടുക്കുകയോ കൊടുക്കാതിരിക്കുകയോ എന്ത് വേണമെങ്കിലും ചെയ്തോ, ഇതിൽ നീ ഇടപെടണ്ടെന്ന്. അമ്മയാണെങ്കിൽ താടിക്ക് കൈ കൊടുത്തിങ്ങനെ ഇരിക്കുകയാണ്. അമ്മയ്ക്ക് നല്ല നാണക്കേടുണ്ടെന്ന് മനസ്സിലായി, എങ്കിലും ഒന്നും പറയാൻ കിട്ടുന്നില്ല. ഞാൻ പിന്നീട് ഒന്നും പറയാൻ പോയില്ല. വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും അവർ അകത്ത് പോയി ഡ്രസ്സ് മാറി. അപ്പം അമ്മ കുശിക്കുന്നു, എന്തിനാ മനുഷ്യ ഇത്തരം ഡ്രസ്സുകളൊക്കെ നിങ്ങൾ വാങ്ങിച്ചതും, അത് ചെക്കൻ്റെ മുന്നിൽ വെച്ച്. അപ്പോൾ അച്ഛൻ പറയുകയാണ്, ആ അതിനിപ്പോൾ നിനക്കെന്താ, ചെക്കനെ കാണിച്ചുകൊണ്ടാണോ എന്ന് പറയുന്നു. എന്നാലും ഒന്നുമില്ല, ഇതൊക്കെ നീ ഇട്ട് കാണാൻ എനിക്ക് ആഗ്രഹമുണ്ട്, അതുകൊണ്ടാണ് വാങ്ങിച്ചത്. പിന്നെ ഒരു കാര്യമുണ്ട്, അവിടുത്തെ ബോർഡ് കണ്ട് എന്നെ അങ്ങോട്ട് വിളിച്ചത് നിങ്ങൾ രണ്ടുപേരും കൂടെയാണ്, അല്ലാതെ ഞാൻ തന്നെയല്ലോ പോയത്. നിനക്ക് വേണമെന്ന് പറഞ്ഞു, അതുകൊണ്ടാണ് പോയത്. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും ആ മുതലാളി പറഞ്ഞത് കേട്ടില്ലേ, അവൻ്റെ ഭാര്യ ഇങ്ങനെയൊക്കെയുള്ളതിട്ട് അവനും ഞാനും ഏകദേശം ഒരു പ്രായമല്ലേ, അയാളുടെ ഭാര്യയ്ക്ക് രാത്രി ഇടാമെങ്കിൽ പിന്നെ നിനക്കെന്താ ഇട്ടാ കുഴപ്പം? അത് പിന്നെ അവർ വലിയ ആൾക്കാരല്ലേ, വലിയ വീട്ടിലെ ആൾക്കാർ, അങ്ങനെയൊക്കെയാ രാത്രി. അപ്പോൾ അച്ഛൻ പറഞ്ഞു, ആ വലിയ വീട്ടിലെ ആൾക്കാർ, നമ്മളും വലിയ വീട്ടിലായിരുന്നല്ലോ, നമുക്ക് വലിയ വീടൊക്കെ ഉണ്ടാകും, നമ്മളും അത്ര കുറഞ്ഞവരൊന്നുമല്ല, നമുക്ക് നമ്മുടെ സന്തോഷം അത് നോക്കടി എന്ന് പറഞ്ഞു. അപ്പം അമ്മ എന്തോ മൂളുന്നു. അച്ഛൻ പറയുകയാണ്, അവനിങ്ങനെ ഭാര്യയെ ഡെയിലി പുതിയ ഡ്രസ്സുകളൊക്കെ ധരിപ്പിച്ച് അവിടെ ഡെയിലി പ്രശ്നങ്ങൾ കാണുമായിരിക്കും. എന്ത് പ്രശ്നമല്ലേ മോളെ, പ്രോഗ്രാംസ് എന്ന് പറഞ്ഞ് അച്ഛൻ എന്തോ പറയുന്നു. ഒന്ന് പോ, ചെക്കനപ്പുറത്ത് കാണും, അവനപ്പുറത്തുണ്ടെങ്കിൽ എന്താ അറിയില്ലേ, നമ്മളെ ഭാര്യ ഭർത്താക്കന്മാരാണെന്ന്. ഒന്ന് പോ മനുഷ്യ, ഇപ്പം വേണ്ട, രാത്രിയാകട്ടെ, രാത്രി ഞാൻ ഇട്ട് കാണിക്കാം എന്ന് അമ്മ പറയുന്നു. രാത്രിയോ? ഇപ്പം ഇട്ടാ എന്താ പ്രശ്നം? ഇവിടെ നമ്മൾ 3 പേരല്ലേ ഉള്ളൂ. ഇപ്പോൾ മനുഷ്യ, പ്രായമായപ്പോഴാണ് നിങ്ങൾ കിളക്കം കൂടിയത്. ചെക്കൻ്റെ മുന്നിൽ ഇതൊക്കെ ഇട്ടിട്ട് എങ്ങനെ ഞാൻ പോയി നിൽക്കുക? പിന്നെ ചെക്കനൊന്നും കാണാതാണ്. ഇപ്പം ഫേസ്ബുക്കും റീൽസും ഒക്കെ കാണുന്ന പിള്ളേരല്ലേ എല്ലാം. എത്ര പെണ്ണുങ്ങളാണ് പിള്ളേരുടെ കൂടെ ഷോർട്സ് ഒക്കെ ഇട്ട് തുള്ളുന്നത്, പലാസോയോ എന്തോ ഇട്ടേക്കുന്നത്. അതൊക്കെ ഇട്ടാൽ എന്താ കുഴപ്പം? ഒരു കുഴപ്പമില്ല, അതിനൊന്നും ഒരു പ്രായമില്ല. നല്ല പ്രായമുള്ള പെണ്ണുങ്ങൾ വരെ ഇടുന്നുണ്ട്. ഇറക്കം കുറഞ്ഞത് രാത്രി ഇടാം. ഇപ്പം നീ പലാസോയോ ഷോർട്സോ എന്തോ ഇടയുള്ളത്, പലാസോ, അതും നീ ടോപ്പ് ഇട എന്ന് പറഞ്ഞു. അമ്മ അതിട്ടു. പുറത്ത് വന്നു കഴിഞ്ഞപ്പോഴേക്കും അമ്മയെ കാണാൻ നല്ല രസമുണ്ടായിരുന്നു. അമ്മയ്ക്ക് ആകെ ചമ്മലാണ്. എന്നെ നോക്കിയിട്ട് കൊള്ളാവിടാം, എനിക്ക് ചേരുന്നുണ്ടെന്നും. ഞാൻ പറഞ്ഞു, പാടത്ത് കോലം വെച്ച പോലെ ഉണ്ടെന്ന്. നിനക്ക് അല്ലേലും ഇഷ്ടമല്ല ഞാൻ നന്നായിട്ട് നടക്കുന്നതെന്ന്. അപ്പം അച്ഛൻ ചാടി വീണു. എന്താണ് അമ്മയ്ക്ക് കുഴപ്പം? അമ്മ നല്ല സുന്ദരിയല്ലേ, അവൾ ചെറുപ്പക്കാരിയല്ലേ, നീ വിചാരിക്കുന്ന പോലെ അവൾ കിളവിയൊന്നുമല്ല, 42 വയസ്സായിട്ടുള്ളൂ എന്ന് പറഞ്ഞിട്ട് എന്നെ വഴക്ക് പറഞ്ഞു. എന്തായാലും അമ്മയ്ക്കത് ചേരുമായിരുന്നു. പെട്ടെന്ന് അങ്ങോട്ട് സമ്മതിച്ചു കൊടുക്കാൻ എനിക്കൊരു മനപ്രയാസം, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ ഞാൻ അമ്മയോട് പറഞ്ഞു, കൊള്ളാം, അടിപൊളിയായിട്ടുണ്ടെന്ന്. അപ്പം അച്ഛൻ പറഞ്ഞു, കണ്ടോ അവന് ഇഷ്ടപ്പെട്ടു, അവൻ ആദ്യം ഒന്ന് മസിൽ പിടിച്ചെന്നേ ഉള്ളെന്ന്. പിന്നെ അന്ന് രാത്രിയാണ് എല്ലാ സംഭവങ്ങളിലും ടെസ്റ്റ് ഉണ്ടാകുന്നത്. ഞാൻ 9 ആകുമ്പോൾ ഉറങ്ങുവേ, പക്ഷെ അന്നെന്തോ എനിക്ക് ഉറക്കം വന്നില്ല. കാര്യം 2 പേരും കൂടെ അപ്പുറത്ത് ഭയങ്കര കുശുകുശിപ്പ്, എനിക്കാണെങ്കിൽ വല്ലാത്ത ആകാംക്ഷയും. ഞാൻ പലകഭിത്തിയോട് ചേർന്ന് കിടന്ന് അവിടെ പറഞ്ഞത് കേൾക്കാൻ ശ്രമിച്ചു മാഡം. അപ്പോഴുണ്ട് അവർ മുറിയിൽ ലൈറ്റിട്ടു. ഞാൻ കിടന്നപ്പോൾ അവരും കിടന്നാണ്. 1 മണിക്കൂർ കഴിഞ്ഞ ശേഷമാണ് ഈ കുശുകുശിപ്പ് ഉച്ചത്തിലായത്. ലൈറ്റിട്ടിട്ട് അച്ഛൻ പറയുകയാണ്, നീ പോയി ആ ഷോർട്സും പിന്നെന്താ
കയ്യില്ലാത്തൊരു സൈസ് പെന്നിൻ പോലുള്ള സാധനമില്ലേ അതുകൊണ്ടിടാൻ. ഒന്ന് പോ മനുഷ്യ, ചെക്ക ഉറങ്ങിക്കാണില്ല, നിങ്ങൾ എന്തിനാ ലൈറ്റ് ഇട്ടത് എന്ന് പറഞ്ഞപ്പോൾ അച്ഛൻ പറഞ്ഞു, ഓ അവൻ ഉറങ്ങിക്കാണും, നിനക്കറിയില്ലേ അവൻ കിടന്ന 10 മിനിറ്റിനുള്ളിൽ പോത്ത പോലെ ഉറങ്ങും. പിന്നീട് ഇവിടെ വന്ന് നമ്മൾ എടുത്തുകൊണ്ട് പോയപ്പോലും അവൻ അറിയുകയില്ല, അതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല. പിന്നെ അവന് കാണത്തില്ലല്ലോ, പലക നല്ല അടുക്കിയല്ലേ വെച്ചിരിക്കുന്നത്, അവൻ ഇങ്ങോട്ടങ്ങ് വരില്ല. നീ ഒന്ന് ഇട്ട് പൊന്നെ, ഇട്ട് കാണട്ടെ, നിന്റെ സൗന്ദര്യം ഞാൻ ആസ്വദിക്കട്ടെ. ആ കൂടി നമ്മുടെ ജീവിതത്തിൽ ഇതൊക്കെയല്ലേ ഉള്ളൂടി ഒരു എൻ്റർടൈൻമെൻറ്റ്. അതിന് നീ തടസ്സം പറഞ്ഞാലോ? ഷോ, ഈ മനുഷ്യൻ്റെ ഒരു വയസ്സാക്കാലത്തെ പ്രശ്നം എന്ന് പറഞ്ഞിട്ട് അമ്മ അത് എടുത്തിടുന്ന പോലെ എനിക്ക് തോന്നി. വന്നു കഴിഞ്ഞപ്പോൾ അച്ഛന് പറയുകയാണ്, സൂപ്പറായിട്ടുണ്ട്, ഞാൻ വിചാരിച്ചതിനേക്കാളൊക്കെ നല്ല ഭംഗിയുണ്ട്. ഇപ്പം നിന്നെ കാണുമ്പോൾ എനിക്ക് കൂടുതൽ കൂടുതൽ ഉന്മാദം തോന്നുന്നു എന്ന് പറഞ്ഞപ്പോഴേക്കും അമ്മ ഒന്ന് പോ മനുഷ്യ, എടി നീ ഇങ്ങനെ വലിയ ഇൻട്രസ്റ്റ് ഇല്ലാത്ത പോലെ പെരുമാറരുത്. കല്യാണം കഴിഞ്ഞ സമയത്തൊക്കെ നിന്റെ ആവേശം എനിക്ക് പോലും നിന്നെ നിയന്ത്രിക്കാൻ പറ്റില്ലായിരുന്നു. അത് പിന്നെ എനിക്കൊന്നും അറിയില്ലായിരുന്നു. അപ്പോഴല്ലേ നിങ്ങൾ വന്ന് എന്നോട് ഇത്രയും സ്നേഹം പ്രകടിപ്പിച്ചത്. അപ്പോൾ പിന്നെ ഞാനൊരു പെണ്ണല്ലേ, ആ സമയത്ത് ഞാൻ ഇളകി തുള്ളിയതാണ്. നിന്റെ ഇളക്കമൊന്നും ഇതുവരെ കുറഞ്ഞിട്ടില്ല. നീ ചെക്കനുണ്ടെന്ന് പറഞ്ഞിട്ട് അടങ്ങി ഒതുങ്ങി ഇരിക്കുക. അത് പിന്നെ അവൻ തൊട്ടപ്പുറത്തെ റൂമിലല്ലേ, ആണെങ്കിൽ എന്താ, ഒരു പ്രശ്നവുമില്ല. നീ ഇങ്ങോട്ട് വാ, നിന്നെ ഇപ്പോൾ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ കാണുന്ന വീഡിയോ ഇല്ലേ, അതിലെ പെണ്ണുങ്ങളെപ്പോലെ ഉണ്ടെന്നോ. പോ മനുഷ്യ, ആ പെണ്ണുങ്ങളൊക്കെ എന്ത് നല്ല സുന്ദരികളാണ്. എടി നീ സുന്ദരി തന്നെയാണ്. ഇപ്പം നോക്കിക്കോ, ആ വീഡിയോയിൽ കാണുന്നതിനേക്കാൾ കൂടുതൽ നമ്മൾ ഇന്ന് തട്ടുപൊളിക്കും എന്നൊക്കെ പറയുന്നുണ്ട്. അച്ഛൻ ഇതൊക്കെ പറയുമ്പോൾ അമ്മ ഒരു വല്ലാത്ത ഭാവത്തിൽ കുണുങ്ങിച്ചിരിപ്പുണ്ട്. ഇത്തിരി കഴിഞ്ഞപ്പോൾ ആ കൂടി ആ വീടൂടെ കുലുങ്ങുന്ന പോലെ എനിക്ക് തോന്നി. ഞാൻ അവിടെ ഇങ്ങനെ കാതോർത്ത് കിടക്കുന്നു. ദൈവമേ, എന്താ ഇവരുടെയൊക്കെ ഓരോ പ്ലാന്, ഒരു പിടിയും കിട്ടുന്നില്ല. ഭാര്യയെ ഭർത്താന്ന് പറഞ്ഞാൽ ഇങ്ങനെയുണ്ടോ എന്നൊക്കെ ഞാൻ വിചാരിച്ചു. പക്ഷെ എന്ത് ചെയ്യാനാണ്, എനിക്ക് ഇടപെടാൻ പറ്റുന്ന കാര്യമല്ലോ. പിറ്റേ ദിവസമായി കഴിഞ്ഞപ്പോഴേക്കും ഇതേപോലെ തന്നെ വേറൊരു ഡ്രസ്സ് ഇടാൻ പറയുന്ന വർത്തമാനങ്ങൾ കേട്ട് കഴിഞ്ഞാൽ കൊച്ചു പിള്ളേർ പോലും അങ്ങനെയുള്ള കാര്യങ്ങൾ പറയില്ല. ഇപ്പോഴത്തെ യൂത്ത് അവരോട് തോൽക്കുന്ന കാര്യങ്ങളാണ് രണ്ടുപേരും കൂടെ ചർച്ച ചെയ്യുന്നത്. രണ്ടുപേരും മൊബൈലിൽ ഇത്തിരി ശബ്ദം കുറച്ച് വീഡിയോയും കാണുന്നുണ്ട്. കാര്യം ചെവി ഓർത്ത് കിടന്നു കഴിഞ്ഞാൽ എനിക്ക് കേൾക്കാം. ഇത് കൊള്ളാമല്ലേ, ഇത് നമ്മൾ പരീക്ഷിച്ചിട്ടില്ലല്ലോ എന്ന് പറയുമ്പോൾ, പരീക്ഷണം, നിങ്ങളാരെ ശാസ്ത്രജ്ഞനോ, ഇന്ന് ഞാൻ പരീക്ഷിക്കും എന്ന് പറയുമ്പോൾ അമ്മ വേണ്ട വേണ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാലും അമ്മ എല്ലാം പരീക്ഷിക്കാൻ റെഡിയാണെന്ന് എനിക്ക് മനസ്സിലായി. ഈ പ്രായത്തിലും അവർ തമ്മിൽ ഇത്രയും നല്ല ഊർജവും ഏഴെടുപ്പുമുള്ളത് ഒരു കണക്കിന് നല്ലതാണെന്ന് എനിക്ക് തോന്നി. എങ്കിലും ഒരു സഹജമായ നാണക്കേടും എൻ്റെ ഉള്ളിൽ തോന്നി. എനിക്ക് അവരെ രണ്ടുപേരെയും പിറ്റേ ദിവസമൊക്കെ അഭിമുഖീകരിക്കാൻ മടിയായിരുന്നു. എന്നാലോ കൗതുകമൊട്ട് കുറയുന്നുമില്ല. ഞാൻ രാത്രിയാകുമ്പോഴേക്കും പലകയിൽ കാതോർത്ത് കിടക്കും, വല്ലാത്തൊരു ആകാംക്ഷ. എന്നാലും ഇപ്പുറത്തെ മുറിയിൽ ഞാനുണ്ടെന്ന് അവർക്കറിയില്ലേ. ഞരക്കവും മുളക്കവും ഒക്കെ എനിക്ക് കേൾക്കാം, അതവർക്ക് മനസ്സിലാകില്ലേ. ഈ റൂമിന് വാതിലുമില്ല, അതൊക്കെ അവർക്ക് അറിയില്ലേ. വെറും ഒരു കർട്ടൻ മാത്രമേ ഉള്ളൂ. പിറ്റേന്ന് അമ്മ കുളിച്ച് മാക്സി ഇട്ട് വന്നപ്പോൾ അച്ഛൻ പറഞ്ഞു, ടീഷർട്ടും പാൻറ്റും ഇട്ടാൽ മതിയെന്ന്. അപ്പം അമ്മ പറഞ്ഞു, ഇപ്പം ഞാൻ മാക്സി ഇടുന്നുള്ളൂ, നിങ്ങൾ പണിക്ക് പോകല്ലേ, വൈകിട്ട് വരുമ്പോൾ ഞാൻ ടീഷർട്ടോ പാൻറ്റോ എന്തെങ്കിലും ഇടാമെന്ന് പറഞ്ഞു. അത് കിട്ടുമ്പോഴേക്കും അച്ഛൻ പറഞ്ഞു, പറ്റില്ല, ഇപ്പോൾ ഇടണമെന്ന്. രണ്ടുപേരും കൂടെ തർക്കമായി. അമ്മയുടെ കുറേ മാക്സി അലമാരിയിരുന്നത് എടുത്ത് കത്തിച്ചിട്ട് ദേഷ്യത്തോടു കൂടി അച്ഛൻ പണിക്ക് പോയി. ഷോ, വല്ലാത്തൊരു പ്രശ്നം തന്നെ എന്ന് ഞാൻ ഓർത്തു. അമ്മയാണെങ്കിലും അക്കടി പറ്റിയ പോലെ നിൽക്കുകയാണ്. ഇങ്ങേർക്കിതെന്ത് പറ്റിയെന്ന് ഓർത്ത് കാണുമായിരിക്കും. എൻ്റെ മുഖത്ത് നോക്കാനും മടി. പിന്നീട് വൈകിട്ട് അച്ഛൻ വന്നു കഴിഞ്ഞപ്പോഴേക്കും അമ്മ പ്രശ്നമൊന്നും പോയില്ല. കുളിച്ച് ഫുൾ സ്കേർട്ടും ടീഷർട്ടും ഇട്ട് വന്നു. ആ ദിവസം രാത്രി ഞാൻ എല്ലാ ദിവസത്തെയും പോലെ 9:30 കിടന്നു. 10 മണി 10:30 ആയി കഴിഞ്ഞപ്പോഴേക്കും ഒരു ശബ്ദം കേട്ട് ഞാൻ സിറ്റൗട്ടിൽ നോക്കി കഴിഞ്ഞപ്പോഴേക്കും അച്ഛനും അമ്മയും കൂടെ അവിടെ ഇരുന്ന് എന്തൊക്കെയോ സംസാരിക്കുകയും ചെയ്യുന്നുണ്ട്. മൊബൈലിൽ ചിത്രങ്ങൾ ഓടുന്നുണ്ട്. കണ്ടപ്പോഴെനിക്ക് മനസ്സിലായി രണ്ടുപേരും കൂടെ വ്യത്യസ്തമായി ചിന്തിക്കാൻ വേണ്ടി സിറ്റൗട്ടിൽ വന്നിരുന്നിട്ട് ഇതൊക്കെ ഇങ്ങനെ കണ്ടിരിക്കുകയാണ്. ഇതിനിടയ്ക്ക് അവരുടെ ചലനങ്ങൾ കണ്ടപ്പോൾ രണ്ടുപേരും കൂടെ വടംവലി നടത്തുകയാണെന്ന് തോന്നിപ്പോയി. കാര്യം അവർ ജീവിതം മുഴുവനും ഇപ്പോൾ ആസ്വദിക്കുകയാണ്. വ്യത്യസ്തമായെന്ന് എനിക്ക് തോന്നി മാഡം. പിറ്റേ ദിവസം മുതൽ എനിക്ക് മനസ്സിലായി അവർ ഓരോ ദിവസവും ഓരോന്ന് പ്ലാൻ ചെയ്യുകയാണ്. ചിലപ്പോൾ അവർ മുന്നിലുള്ള പാടത്തിൽ കൂടി രാത്രി നടന്നു പോകും, ആരും അടുത്തെങ്ങുമില്ലല്ലോ. എന്നിട്ട് പാടത്തിന് നടുവിൽ വെച്ചാകും അവരുടെ ലീലാവിലാസങ്ങൾ. ദൂരെ നിന്ന് ചിലപ്പോഴൊക്കെ എനിക്കത് മനസ്സിലാകും. ഞാൻ ഉറങ്ങിക്കഴിഞ്ഞെന്ന് തോന്നിക്കഴിഞ്ഞാൽ അവർ ചിലപ്പോൾ മുറ്റത്ത് പോകും. നിലാവട്ടമുള്ള രാത്രികളിൽ അവർ അവിടെ കുറച്ച് സ്ഥലമുണ്ടല്ലോ അവിടെ വെച്ചാകും. ഇല്ലെങ്കിൽ വീടിൻ്റെ പുറവശത്തേക്ക് പോകും. ഇല്ലെങ്കിൽ ബാത്റൂമുണ്ട്, അതിൻ്റെ പുറകിലുണ്ട് ഒരു സ്ഥലം, അവിടെ പോകും. അങ്ങനെ പല സ്ഥലത്തും വെച്ചിട്ടാണ് അവരുടെ പല പല സ്നേഹപ്രകടനങ്ങൾ. ഇതൊക്കെ കഴിഞ്ഞ് അവർ 2-3 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് തിരിച്ചു വരിക. എന്നിട്ട് ഒന്നും അറിയാത്ത പോലെ രാവിലെ ഉറക്കം എഴുന്നേൽക്കുകയും ചെയ്യും. ഞാനാണെങ്കിൽ അവർ
പുറത്തിറങ്ങി പോകുന്നത്, ഇടയ്ക്കിടയ്ക്ക് എങ്ങോട്ടാണ് പോകുന്നത്, എവിടെയാണ് പോകുന്നത്, എന്തൊക്കെയാണെന്ന് ഒളിഞ്ഞു നോക്കുകയും ചെയ്യും. പലപ്പോഴും എനിക്ക് കണ്ണെത്താവുന്ന ദൂരത്താണെങ്കിൽ അത് ഞാൻ മുഴുവനും കാണുകയും ചെയ്യും മാഡം. ഇപ്പോൾ അവർ ദിവസവും പുതിയ പുതിയ വീഡിയോകൾ ഡൗൺലോഡ് ചെയ്യും. ചില വീഡിയോസ് അമ്മയ്ക്ക് ഇഷ്ടമല്ല, അമ്മ പറയും എനിക്ക് പറ്റില്ലെന്ന്. അപ്പോൾ അടുത്ത വീഡിയോ കാണും. അപ്പം അമ്മ പറയും ഇതൊക്കെയാണെന്ന് തോന്നുന്നു, ഇതൊക്കെ വേണമെങ്കിൽ പരീക്ഷിക്കാമെന്ന്. അപ്പോൾ ആ പരീക്ഷണങ്ങളാകും അപ്പുറത്തെ മുറിയിലോ സിറ്റ് ഔട്ടിലോ നടക്കുന്നത്. ചില ദിവസങ്ങളിൽ രണ്ടുപേരും കൂടെ ചെറിയ രീതിയിൽ വാക്കുതർക്കങ്ങളുണ്ടാകും, പറ്റില്ല എന്ന് പറഞ്ഞ്. അപ്പോൾ അച്ഛൻ കൺവിൻസ് ചെയ്യും, ഒരു കുഴപ്പമില്ല, ഞാനില്ലേ കൂടെ, ഞാൻ ശരിയാക്കി തരും, റെഡിയാക്കുന്നു. അപ്പം പറയും നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഞാനും കുറച്ചൊക്കെ നിൽക്കാമെന്ന്. എന്നിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചിലപ്പോഴൊക്കെ നിലാവട്ടത്തും വയലിലും അവിടെയും ഇവിടെയും ഒക്കെ ആകും മാഡം. ഒരു ദിവസം രാത്രി ഞാൻ നോക്കിയപ്പോഴില്ലേ നല്ല നിലാവട്ടമുണ്ട്. ആ സമയത്ത് കണ്ടത്തിൻ്റെ വരമ്പിൽ നിൽക്കുകയാണ്. അടുത്തെങ്ങും ആരുമില്ല എന്നുള്ളത് ഓക്കെ തന്നെ, പക്ഷേ വീട്ടിലിരിക്കുന്ന എനിക്ക് നന്നായിട്ട് കാണാൻ പറ്റും രണ്ടുപേരും കൂടെ വീഡിയോയെ വെല്ലുന്ന പ്രകടനങ്ങൾ നടത്തുന്നത്. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ അവർ വരികയും ചെയ്തു. മാഡം, എൻ്റെ ഏറ്റവും വലിയ പേടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തിനാണ് ഇവരിങ്ങനെ പുറത്തുപോയി ഇത്രയും വിക്രികൾ കാണിക്കുന്നത്? ഇങ്ങനെയൊക്കെ ഇരുന്ന് കഴിഞ്ഞാൽ ആരെങ്കിലും കണ്ടാലോ? നാട്ടുകാർ അതിലൂടെ പോയി കഴിഞ്ഞാൽ അവരത് കാണില്ല മാഡം. ഭാര്യയും ഭർത്താവുമാണ്, ഓക്കെ, വീഡിയോ കണ്ടു, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കടക്കുന്നു, വ്യത്യസ്തത പരീക്ഷിക്കുന്നു, പല ഡ്രസ്സുകളും മാറ്റി സ്വന്തം ഭാര്യയുടെ അഴക് രസിക്കുന്നു, അതൊന്നും പ്രശ്നമല്ല എന്ന് വെച്ചിട്ട് ഓരോ വീഡിയോ കണ്ടിട്ട് ഇത്തരം കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് പുറത്തിറങ്ങി പോവുകയാണ്. അതും വെളിം പ്രദേശത്ത് വയലുകളിലും അല്ലെങ്കിൽ നമ്മുടെ സ്ഥലത്തുമൊക്കെ. എന്തായാലും അതിലെ കൂടെ വഴിയൊക്കെ ഉള്ളതല്ലേ മാഡം. ആരെങ്കിലും കാണാൻ ഇട വന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും സ്ഥിതിയെന്ന് ഇവർക്ക് ഒട്ടും ഓർമ്മയില്ലേ. വ്യത്യസ്തത എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ പോവുകയാണ്. പക്ഷേ അത് ഡേഞ്ചറസ് അല്ലേ മാഡം? അതിന് ന്യായീകരിക്കാൻ പറ്റുമോ? എങ്ങനെയാണ് ഇവരെ പറഞ്ഞ് മനസ്സിലാക്കേണ്ടത്? ഇവരെ ഞാൻ വിലക്കെട്ടുന്നുണ്ടോ? എനിക്കാണെങ്കിൽ ചില സമയത്ത് ഭയങ്കര ടെൻഷനാണ്. ഇങ്ങനെ അച്ഛനും അമ്മയും കൂടെ ഇതിനു വേണ്ടി ഇറങ്ങിപ്പോകുന്നു. ആരെങ്കിലും എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ നാണക്കേടാകില്ലേ? ആ നാണക്കേട് എന്നെയും ബാധിക്കില്ലേ? ഇവരെ പറഞ്ഞ് മനസ്സിലാക്കണം മാഡം. എനിക്ക് ഒരു പിടിയും കിട്ടാത്തൊരു സംഭവമാണിത്. അതുകൊണ്ടാണ് മാഡത്തിന് ഞാൻ ഇമെയിൽ അയച്ചിരിക്കുന്നതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളിതിൽ സന്തോഷിക്കുകയാണ് വേണ്ടത്. ഭാര്യയും ഭർത്താവും ഇത്രയും പ്രായമായി കഴിയുമ്പോഴേക്കും പലപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും ഒട്ടും ഇൻട്രസ്റ്റ് ഇല്ലാതെ മടുത്ത് ഒരു രസവുമില്ലാതെ രണ്ട് പാത്രങ്ങളായി ജീവിക്കുകയാണ് പതിവ്. അതും ഇത്രയും കടമൊക്കെ ഉണ്ടായി, ഇത്രയും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി, ചെറിയൊരു വീട്ടിലേക്ക് മാറേണ്ടി വന്നു. അങ്ങനെയൊക്കെ ഉണ്ടായിട്ടും അവർ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും പ്രണയപൂർവ്വം ഈ കാര്യങ്ങളെയൊക്കെ ആസ്വദിച്ച് മുന്നോട്ട് പോകുന്നത് ഒരു കണക്കിന് നോക്കിക്കഴിഞ്ഞാൽ ഒരു ഭാഗ്യമായിട്ട് കരുതണം. നാളെ നിങ്ങൾക്കൊരു ഭാര്യ ഉണ്ടായിക്കഴിഞ്ഞാൽ നിങ്ങളും ഭാര്യയും തമ്മിൽ ഇത്രയും നല്ലൊരു കോർഡിനേഷൻ ഉണ്ടാണെങ്കിൽ എന്ത് നല്ല കാര്യമാണ്. മനുഷ്യർക്ക് ഇണകളാണെങ്കിൽ എപ്പോഴും ഇത്തരം ഒരു ഇൻട്രസ്റ്റുകൾ കൂടുതലുണ്ടെങ്കിൽ അവർക്ക് രണ്ടുപേർക്കും കാര്യങ്ങൾ ഇഷ്ടവുമാണെങ്കിൽ അടിച്ചേൽപ്പിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ഇഷ്ടപ്പെടില്ല. പക്ഷേ അമ്മയ്ക്ക് അച്ഛൻ്റെ രീതികളും അതേപോലെ അച്ഛനും അമ്മയുടെ രീതികളും ഒക്കെ ഇഷ്ടമാണെങ്കിൽ എന്താ അവിടെ പ്രശ്നം? ഒരു പ്രശ്നവുമില്ല. പിന്നെ ശരിയാണ്, എപ്പോഴും ഒരു റൂമിൽ മാത്രം അല്ലെങ്കിൽ ഒരേ ഡ്രസ്സ്, ഒരേ സ്റ്റൈല്, അങ്ങനെ ആകുമ്പോഴാണ് മനുഷ്യർ മടുക്കുന്നത്. ചിലപ്പോൾ അവർ ഇൻ്റർനെറ്റിലോ അല്ലെങ്കിൽ മൊബൈലിലോ ഒക്കെ സെർച്ച് ചെയ്തിട്ട് അവർക്ക് തോന്നിക്കാണും വ്യത്യസ്തകൾ ജീവിതത്തിൽ കൊണ്ടുവന്നെങ്കിൽ മാത്രമേ പരസ്പരം അട്രാക്ഷൻസ് ഉണ്ടാകൂ. അതുകൊണ്ട് അവർ ഓരോന്നോരോന്നായിട്ട് ഇപ്പോൾ പരീക്ഷിക്കുകയാണ്. പിന്നെ വിജനമായ സ്ഥലമായതുകൊണ്ട് ഒരു ധൈര്യവും കാണുമായിരിക്കും. പുറത്തൊക്കെ പോകുമ്പോൾ വെളിപ്രദേശത്ത് വെച്ചാകുമ്പോഴേക്കും അവർക്കൊരു ത്രില്ല് കിട്ടുന്നുണ്ടാകും. അപ്പം മനുഷ്യർക്ക് എപ്പോഴാണെങ്കിലും ഇത്തരം കാര്യങ്ങളിൽ വ്യത്യസ്തമായ ചോയ്സ് ഉള്ളത് നല്ലതാണ്, പ്രത്യേകിച്ച് ഭാര്യ ഭർത്താക്കന്മാർക്ക്. അപ്പോൾ അവർക്ക് എന്നും സ്നേഹത്തോടുകൂടി ജീവിക്കാൻ പറ്റും. എത്രയും കാലം നല്ല ബന്ധം മുന്നോട്ട് കൊണ്ടുപോകുന്നു അത് ഭാര്യ ഭർത്തൃ ബന്ധത്തിൽ ഏറ്റവും നല്ലതാണ്. ഇത് വലിയൊരു അട്രാക്ഷനാണല്ലോ അങ്ങോട്ടും ഇങ്ങോട്ടും. അതുകൊണ്ട് അവർ അവരുടെ വ്യത്യസ്തതകൾ പരീക്ഷിച്ച് ജീവിക്കട്ടെ. പിന്നെ അവർ ഭാര്യ ഭർത്താക്കന്മാരാണല്ലോ. ഇപ്പോൾ നാട്ടുകാർ അഥവാ യാദൃശ്യമായിട്ട് കണ്ടെങ്കിലും അവിഹിതമായ കാര്യമൊന്നുമല്ലല്ലോ. പിന്നെ അത് ചിലപ്പോൾ ഒരു നാണക്കേടോ അല്ലെങ്കിൽ ഗോസിപ്പോ ഉണ്ടായേക്കുമെങ്കിലും അതിൽ എന്തെങ്കിലും പ്രശ്നമുള്ളതായിട്ടോ അല്ലെങ്കിൽ നാട്ടുകാരെ ദ്രോഹിക്കുന്നതായിട്ടോ ഒന്നുമില്ല. പിന്നെ അവിടെ ആളുകൾ വരുമോ ഇല്ലയോ എന്നൊക്കെ അവർക്ക് ബോധമുള്ള ആൾക്കാരാണല്ലോ. അതുകൊണ്ട് തൽക്കാലം മോൻ ഒരിക്കലും അവരുടെ ദാമ്പത്യ ബന്ധത്തിൽ ഇടപെടേണ്ട കാര്യമില്ല. അച്ഛനും അമ്മയും ഭാര്യ ഭർത്താക്കന്മാരാണ്. അപ്പോൾ അവർക്ക് അവരുടേതായ പല കാര്യങ്ങളും ഉണ്ട്. അവരെന്തെങ്കിലും കാണിച്ചോട്ടെ. അതിൻ്റെ പുറകെ എല്ലാം പോയി ഒളിഞ്ഞ് നോക്കുകയോ അല്ലെങ്കിൽ അത് കണ്ട് കൗതുകം കൊള്ളേണ്ട കാര്യമൊന്നുമില്ല. ഇപ്പോൾ താൻ കല്യാണം കഴിച്ചെന്ന് പറഞ്ഞാലും തൻ്റെ ജീവിതത്തിൽ പല വ്യത്യസ്തമായ കാര്യങ്ങളും താനും ഭാര്യയും ചേർന്ന് ഉണ്ടാകും. അത് നിങ്ങൾ തമ്മിൽ തീരുമാനം എടുക്കേണ്ടതാണ്. അതിലിപ്പം ആരും അഭിപ്രായം പറയേണ്ട കാര്യമൊന്നുമില്ല. ഓരോരുത്തരുടെ ഇഷ്ടമാണ്. അപ്പോൾ ഇണകൾക്ക് തമ്മിലുള്ള ഇഷ്ടത്തിൽ ആരും ഇടപെടേണ്ട കാര്യമില്ല. മകനാണെങ്കിലും പിന്നെ അവർ അത്ര വലിയ ക്രിമിനൽ
മുന്നിൽ കുറ്റമോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നങ്ങളോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ടോ അല്ലെങ്കിൽ നാട്ടുകാർക്ക് ബുദ്ധിമുട്ടോ ഒന്നും ഉണ്ടാകുന്നില്ല. പിന്നെ അവരുടെ ആ ഒരു സ്ഥലത്ത് അല്ലെങ്കിൽ അവരുടെ ഒരു ധൈര്യം കൊണ്ട് ആരുമില്ല എന്നുള്ളൊരു ധൈര്യത്തിൽ എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ പോകുന്നു. അതിൽ റിസ്ക് ഉണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചെറിയ റിസ്ക് ഉണ്ടെന്ന് വേണമെങ്കിൽ പറയാം എന്നുള്ളതല്ലാതെ അവരെ കുറ്റം പറയാൻ മാത്രം റിസ്ക് ഒന്നും ഇല്ലാത്തതുകൊണ്ട് തൽക്കാലം അതിൽ ഇടപെടേണ്ട. സന്തോഷത്തോടുകൂടി അവർ സന്തോഷത്തോടുകൂടി ഇരിക്കുന്നത് തനിക്ക് സന്തോഷമായിട്ട് മനസ്സിലേക്ക് ഏറ്റെടുക്കുക, അല്ലാതെ അതിൻ്റെ പുറകെ പോകേണ്ട കാര്യമില്ല. അച്ഛനും അമ്മയും അവരുടെ സ്വകാര്യതയിൽ എന്ത് ആക്ടിവിറ്റീസാണ് എന്നുള്ളത് നിങ്ങൾ നോക്കേണ്ട കാര്യമില്ല. അവരെ അവരുടെ പാട്ടിന് വിടുക. 9:30 കിടന്നുറങ്ങുന്നത്. ആ സമയത്ത് മനസ്സമാധാനത്തോടുകൂടി കിടന്നുറങ്ങുക. അവരൊരു പ്രശ്നം ഉണ്ടാക്കില്ല. അവരവരുടെ ജീവിതം നന്നായി മുന്നോട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ നിങ്ങൾക്കും ആ ജീവിതത്തിൽ സ്നേഹവും സമാധാനവും ഒക്കെ കിട്ടും. അത്രയേ ഉള്ളൂ. അതുകൊണ്ട് നിങ്ങളുടെ അച്ഛനും അമ്മയും ഒരു അനുഗ്രഹീതരായ പാർട്ട്നേഴ്സാണെന്ന് ഞാൻ പറയും. അതിൽ സന്തോഷിക്കുക, അതിൽ കുറ്റം കണ്ടെത്തരുത്. അവരുടെ റിസ്ക് അവർ മാനേജ് ചെയ്തോളും. താൻ അതിനെക്കുറിച്ച് ഓർത്ത് ഭയപ്പെടേണ്ട.